വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് തെസ്നി ഖാൻ അഭിനയ ലോകത്തേക്ക് കടന്നു വന്നത്. സിനിമാ ലോകത്തേക്ക് കടന്നു വരാൻ കാരണം വാപ്പയാണ് എന്ന് തെസ്നി പറയുന്നു. ഒരു സ്വകാര്യ ചാനൽ പരിപാടിക്കിടെയാണ് തെസ്നി ഖാൻ വെളിപ്പെടുത്തിയത്. ചെറുപ്പം മുതലേ കലയോടുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കിയ വാപ്പയും ഉമ്മയും അതിനുവേണ്ടി എന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ ഡാൻസും ഷോകളും എല്ലാം അത്ര താല്പര്യത്തോടെയാണ് വാപ്പ ആസ്വദിച്ചിരുന്നത്. എന്നെ വാപ്പയാണ് കൊച്ചിൻ കലാഭവനിലെ ഡാൻസ് ട്രൂപ്പിൽ ചേർത്തത്. ഡെയ്സി എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയതും വാപ്പ നൽകിയ പിന്തുണ കൊണ്ടാണ്. സിനിമയിൽ നായികയാകണം എന്ന സ്വപ്നമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അന്നത്തെ നായികാ സങ്കല്പത്തിന് പറ്റിയ സൗന്ദര്യം എനിക്കില്ല എന്ന ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വരുമാനം വന്നാൽ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകും എന്ന ആശ്വാസമായിരുന്നു. വാടക വീട്ടിലാണ് താമസം. 160 രൂപ വാടക കൊടുത്താൽ എനിക്ക് കിട്ടുന്ന 2000 രൂപയാണെങ്കിലും വലിയ കാര്യമാണ്. വാപ്പയ്ക്കും വരുമാനം വരുന്നുണ്ട്. അതുകൊണ്ട് ലാവിഷായി ജീവിക്കാൻ കഴിയും. പക്ഷെ സമ്പാദ്യം ഉണ്ടായിരുന്നില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ മാത്രമായപ്പോൾ സീരിയലുകൾ ചെയ്തു തുടങ്ങി. ആ വരുമാനം കോസ്റ്റ്യൂമുകൾക്കും യാത്രകൾക്കും മാത്രമേ തികയൂ. എന്നാണ് ഈ സീരിയലിൽ നിന്ന് മോചനം എന്നൊക്കെ ചിന്തിച്ച് കരഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് പോക്കിരി രാജ എന്ന സിനിമയിൽ അവസരം ലഭിച്ചത്. അത് ഹിറ്റായി. പിന്നീട് കാര്യസ്ഥൻ പോലുള്ള സിനിമകൾ കിട്ടിത്തുടങ്ങി. കാര്യസ്ഥൻ കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അസുഖം കൂടി വാപ്പ ഞങ്ങളെ വിട്ടുപോയത്. അതുവരെയും വാടക വീട് തന്നെയായിരുന്നു. അപ്പോഴേക്കും വാടക 14,000 രൂപയായി. തുടർച്ചയായി 3-4 സിനിമകൾ മമ്മൂക്കയ്ക്കൊപ്പം ചെയ്യാൻ സാധിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റമുണ്ടായത്. ഒരിക്കൽ സെറ്റിൽ വെച്ച് മമ്മൂക്ക എന്നെ അടുത്തു വിളിച്ചു. ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കണം, എന്തെങ്കിലും മാറ്റിവെക്കണം. എന്നും കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ബിഗ് സീറോ ആവരുത്. മര്യാദക്ക് കിട്ടുന്ന പൈസ സ്വരുക്കൂട്ടി വെച്ച് ഒരു വീട് വാങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായ സന്തോഷവും അഭിമാനവും തോന്നി. മമ്മൂക്കയെ പോലൊരാൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞല്ലോ എന്ന സന്തോഷം. കുടുംബത്തിൽ ആരെങ്കിലുമാണ് പറഞ്ഞത് എങ്കിൽ ഞാൻ കേൾക്കുമായിരുന്നില്ല. പക്ഷെ മമ്മൂക്ക പറഞ്ഞത് തള്ളിക്കളയാൻ സാധിച്ചില്ല. അതിനുശേഷം വീട് തിരയാൻ തുടങ്ങി. ദൈവഭാഗ്യത്തിന് ഞങ്ങളുടെ കയ്യിലെ പൈസക്ക് ഒത്ത ഒരു ഫ്ലാറ്റ് ഒത്തുവന്നു. 8 വർഷമായി ഇപ്പോൾ സ്വന്തം വീട്ടിലാണ്. ഇവിടെ ലിഫ്റ്റ് ഇല്ല, 2ാം നിലയിലാണ്. ആ ഒരൊറ്റ ബുദ്ധിമുട്ട് മാത്രമേയുള്ളൂ. കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് ഉമ്മക്കുണ്ട്. അവിടെ നിന്ന് മാറണം. പക്ഷെ അതിനെനിക്ക് കുറച്ചുകൂടെ സമയം വേണം, തെസ്നി ഖാൻ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഐ ഹോസ്പിറ്റൽ.